ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 1 million ഷെയ്ഡ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഓയിൽ പേസ്റ്റൽ വെച്ചിട്ട് പോർട്രേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഓയിൽ പേസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് പോർട്രേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്കത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ക്യാമലിൻ്റെ ഓയിൽ പേസ്റ്റൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളത് ഏതാണോ അത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ക്രയോൺസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഏതാണുള്ളത് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പോർട്രേറ്റ് ചെയ്ത് നോക്കി വെക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പം ഞാനിവിടെ ഒരു പേപ്പറും പിന്നെ അതുപോലെ ഓയിൽ പേസ്റ്റൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് പിന്നെ നമുക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാനായിട്ട് വേണമെങ്കിൽ ഇതുപോലെ കളർ പെൻസിൽസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇമേജ് വരച്ചെടുക്കണത്. ഞാൻ ആദ്യം തന്നെ ഗ്രിഡ് ഇട്ടെടുക്കുന്നുണ്ട്. 2 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ലൈൻസ് വരച്ചിട്ട് ഗ്രിഡ് ഇട്ടെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ നമ്മൾ വരയ്ക്കാൻ പോണ ഫോട്ടോയിൽ ഗ്രിഡ് ഇട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡ്രോയിങ് ഗ്രിഡ് മേക്കർ എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ള ആപ്പ്. അപ്പോൾ ഈ ഡ്രോയിങ് ഗ്രിഡ് മേക്കർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഏത് ഫോട്ടോയാണ് വേണ്ടത് അത് ചൂസ് ചെയ്യാം. ഇത് പിന്നെ അതിലിവിടെ 3 ബോക്സ് ഉണ്ട്. BW എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതുപോലെ അതിൻ്റെ അപ്പുറത്തെ SQ എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ. SQ എന്ന് പറഞ്ഞിട്ടുള്ള ആ കോളം ടിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഡയഗണൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്കിതൊരു ഡയഗണലായിട്ട് ലൈൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ നിങ്ങൾക്ക് കൊടുത്ത് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അത് ഒത്തിരി കൂടി ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഇതുപോലെ നമുക്കിതിൽ നമ്പർ ഓഫ് റോസും ലൈൻസും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ 10 കൊടുക്കാറ് റോസും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ സേവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഒരു ഇമേജ് നോക്കിയിട്ട് ഇതുപോലെ ഓരോ ഗ്രിഡ്സിൽ എങ്ങനെയാണോ ഓരോ ബോക്സിൽ എങ്ങനെയാണോ അതുപോലെ നോക്കിയിട്ട് നമ്മുടെ പേപ്പറിലേക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫുൾ ഇമേജ് ഇവിടെ ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രിഡ് മെത്തേഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഔട്ട്ലൈനായിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ആ വീഡിയോ കണ്ടിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി നോക്കാം. നെക്സ്റ്റ് നമുക്ക് കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുന്നുണ്ട് ഒരു കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ മൊത്തം ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കളർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തിട്ടാണ് ആദ്യം ഷെയ്ഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷാഡോസ് ഉള്ള ഏരിയാസൊക്കെ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. പിന്നെ അതിന് ശേഷം താഴെയുള്ള ഭാഗങ്ങൾ ഇത് ലൈറ്റ് ബ്രൗൺ ആണ്. പിന്നെ അതുപോലെ നമുക്ക് ചില ഹൈലൈറ്റ് വരുന്ന പോർഷൻസിൽ യെല്ലോ യൂസ് ചെയ്യാം. അതുപോലെ ചില പോർഷൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടാവും. ആ ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ സ്കിൻ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടും ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കളർ ചെയ്യണേക്കാൾ മുമ്പ് ഇതുപോലെ എല്ലാ പോർഷൻസും ഔട്ട്ലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് അല്ലാതെ ഇതുപോലെ ഓയിൽ പീസസ് യൂസ് ചെയ്ത് കളർ ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രയോൺസ് യൂസ് ചെയ്തിട്ടായാലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഗ്ലാസ് ആണ് ഷെയ്ഡ് ചെയ്യണത്. അപ്പോൾ നമ്മളെപ്പോഴും ഓയിൽ പേസ്റ്റൽസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം തന്നെ ഒരിക്കലും ബ്ലാക്ക് കളർ കൊണ്ട് കളർ ചെയ്യരുത്. നമ്മളെപ്പോഴും ബ്രൗൺ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഗ്രീൻ യൂസ് ചെയ്തിട്ടോ ഒരു ഡാർക്ക് ഷെയ്ഡാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ബ്ലാക്ക് ആദ്യം തന്നെ നമ്മൾ പേപ്പറിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്പ്രെഡ് ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ കളേഴ്സും ഡാർക്കുള്ള പോർഷൻസ് ഷാഡോസ് വരുന്ന പോർഷൻസ് ആദ്യം തന്നെ ബ്രൗൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ലൈറ്റ് ബ്രൗണും ഓറഞ്ചും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ അവസാനം സ്കിൻ കളർ യൂസ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൊത്തം ഫേസും ഇതുപോലെ തന്നെ സാധാരണ നമ്മൾ ഷെയ്ഡ് ചെയ്യണ പോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ആ കൂടി നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡാർക്കർ ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ ഡാർക്ക് ബ്രൗൺ കൊടുക്കാം. അപ്പോൾ ഷാഡോ ഉള്ള ഏരിയാസ് പിന്നെ ഹൈലൈറ്റ് ഉള്ള ഏരിയാസ് കൂടുതലും ഒന്നും ചെയ്യാതെ തന്നെ വിടാം. അല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ കളർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ യെല്ലോ കളർ യൂസ് ചെയ്തിട്ടും ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഫേസ് മൊത്തം ഷെയ്ഡ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ലിപ്പ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഡാർക്കായിട്ടുള്ള കോർണേഴ്സൊക്കെ ഞാൻ ഒരു പർപ്പിൾ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ബാക്കി ഡാർക്കായിട്ടുള്ള ഏരിയാസ് ആദ്യം തന്നെ റെഡ് കളർ എടുത്തിട്ട് അത് വെച്ച് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് പിങ്ക് കളർ യൂസ് ചെയ്തിട്ട് ബാക്കി എല്ലാം കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഞാൻ വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ലിപ്സൊക്കെ ചെയ്യുമ്പോൾ ചെറിയ പോർഷൻ ആണല്ലോ, അപ്പം ഞാൻ ഓയിൽ പേസ്റ്റ് വെച്ചാൽ തുമ്പൊക്കെ ഒന്ന് ഷാർപ്പൻ ചെയ്തിട്ടാണ് ചെയ്യണത്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഡാർക്കർ ഏരിയാസ് ഒന്നിനെ ചാർക്കോൾ പെൻസിൽ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഡീറ്റെയിലിംഗ് കൊടുക്കേണ്ട ഏരിയാസ് ഇതുപോലെ ചാർക്കോൾ പെൻസിൽ അല്ലാന്നുണ്ടെങ്കിൽ കളർ പെൻസിൽസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഡീറ്റെയിലിംഗ് കൊടുത്തെടുക്കുക. നമുക്ക് ഈ സെയിം പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് തന്നെ ബാക്കി ഫുൾ ഇമേജ് കളർ ചെയ്തെടുക്കുക. ആദ്യം തന്നെ എപ്പോഴും ഡാർക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുക. പിന്നെ അതൊക്കെ പിന്നെ എവിടേക്കാണ് ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ളത് അത് ആദ്യം തന്നെ ഇതുപോലെ മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ ഹൈലൈറ്റ്സും അതുപോലെ എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ സ്കിൻ കളർ യൂസ് ചെയ്തതിന് മുകളിൽ കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം, അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫുള്ള് ഈ ഇമേജ് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സാരിയും അതുപോലെ അല്ലാതും ഈ ഒരു മെത്തേഡ് തന്നെയാണ്. അത് ഡാർക്ക് കളർ യൂസ് ചെയ്തിട്ട് പിന്നെ ബാക്കി ലൈറ്റ് കളർ കൊടുത്ത് പിന്നെ എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. ഇതുപോലെ ഈ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഇമേജ് മൊത്തം വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമേജ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.